മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് കൊള്ള കൊച്ചിയിൽ നിന്നും ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഒരു വശത്തേക്ക് ഒരാൾക്ക് 9 ലക്ഷത്തിലധികം രൂപയാണ് ഇന്ന് നിരക്ക്. നിങ്ങൾക്കറിയാം, സംഘർഷത്തിന് മുമ്പ് ഇത് 30,000 രൂപയായിരുന്നു. ജർമ്മനിയിൽ നിന്നുള്ള മലയാളി ടൂർ ഓപ്പറേറ്റർ CS വിനോദ് 24-നൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിനോദ്. യഥാർത്ഥത്തിൽ ഈ അറ്റയ്ക്കും തെറ്റയ്ക്കും ഒറ്റയ്ക്കും ഒക്കെ നടത്തുന്ന ചില ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഫോണിലൊക്കെ പറയുന്നുണ്ട് ഈ വിമാന കമ്പനിയുടെ കൊള്ള നടത്തുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ആകാശത്ത് കുറേ ടെൻഷൻസ് ഉണ്ട് വിമാന കമ്പനികൾക്ക്. എന്തും സംഭവിക്കാൻ നേരത്തും ആ ടെൻഷനൊക്കെ എടുത്ത് തന്നെയാണ് ആൾക്കാർ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയധികം ജനങ്ങളെ കൊള്ളയടിക്കുക, ആകെപ്പാടെ ഒരു യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. പറയൂ വിനോദ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട ഈ യുദ്ധത്തിൽ 10,000-കണക്കിന് എന്നെ പോലെയുള്ള പ്രവാസികളും വിദേശ ടൂറിസ്റ്റുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് കൊടുക്കാറുള്ള ഒരു 30,000 രൂപ അല്ലെങ്കിൽ 28,000 രൂപയാണ് സാധാരണ ഫെയർ വരുന്നത്. ഈ യുദ്ധം മുതലാക്കി ഇവിടെ അവസരം മുതലാക്കിക്കൊണ്ട് എയർ ഇന്ത്യയും ലുഫ്താൻസ തുടങ്ങിയ ഈ 2 വിമാന കമ്പനികൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത്. എയർ ഇന്ത്യയിൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ 9 ലക്ഷത്തിലധികമാണ് ഒരു ഭാഗത്തേക്ക് മാത്രം ചാർജ് ചെയ്യുന്നു എന്നത്. ശരിക്കും ഇതൊരു തീവെട്ടിക്കൊള്ളയല്ല, ഇത് എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രമാത്രം ഭീകരമായ ഒരു തുകയാണ് ഈ അവസരം മുതലാക്കി ഒരു പിടിച്ചുവരി നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഗൾഫ് നാടുകളിൽ നിന്നുള്ള വരുന്ന വിമാനങ്ങളിലും ഇതുപോലെ തന്നെ വലിയ ചാർജാണ് നൽകുന്നത്. നമ്മുടെ പ്രവാസികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുക. കാര്യം നാട്ടിലൊന്ന് വന്നു പോകാനും അവിടെ കുടുങ്ങിപ്പോയ ആൾക്കാരുമൊക്കെ നാട്ടിലെത്താനും നടത്തുന്ന ശ്രമത്തിനിടയിൽ വല്ലാത്ത പാതകമാണ് പല വിമാന കമ്പനികളും ചെയ്യുന്നത്. തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ പല സുഹൃത്തുക്കളും ഗൾഫ് നാടുകളിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ തന്നെ ഇങ്ങോട്ട് വരാനുള്ള ആളുകൾക്കും ഇപ്പോൾ ഇത്തരത്തിൽ അതിഭീമമായ തുക നൽകേണ്ടി വരുന്നു എന്നത് ഒരു പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ പോലുള്ള ഈ നാട്ടിലെ ജനങ്ങളെ ഒന്ന് സഹായിക്കേണ്ട ഈ അവസരത്തിൽ പിടിച്ചുപറി നടത്തുന്നത് ശരിക്കും അപലപനീയം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.